അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, ശ്രേഷ്ഠമായൊരു നിസ്കാരമായിട്ടിക്കിട് തഹജ്ജുദ് നിസ്കാരം ചൊല്ലത് മാത്രമല്ല, പഠിച്ചോണിൽ എന്തിനെ കേട്ടെങ്കിലും ഉത്തരം കിട്ടുക എനിക്കത്തൊരു ടൈമും കൂടിയായിട്ടിക്കിടത്. ആ സമയത്തിൽ ഞങ്ങൾ ദ്വാറുക്കുണായ എനിക്കത്തൊരു ദുആ ആയിട്ടിക്കിട് എൻ്റെ നിങ്ങളൊട്ടിക്ക് ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്ത ആൾമാരും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിൽ പിറുസ വെക്കിടങ്ങ അത് ഇത്ര ആൾമാർക്കെല്ലാം എത്തുപാട്ടങ്ങ അതിനെ കീഴിൽ ചൊമ്മ വിഷയം ചൊന്നിട്ട് ദ്വാർക്കൊണ്ടോട്ട് ഏൽപ്പിച്ചങ്ങ. അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ കൃത്യമായിട്ട് ഒന്നും മിസ്സാക്കാണ്ട് തഹജ്ജു നിസ്കരിച്ച എനിക്കെത്ത ആൾമാരായിട്ട് ഇക്കിടാറ് ഞങ്ങൾ എല്ലാവരും. അത് റമളാൻ കഴിയുമ്പോൾ നിപ്പാട്ടുകൊല്ലതല്ല, ഞങ്ങൾ ഈസിയായിട്ട് സ്വർഗത്തേക്ക് പോകുള്ള എനിക്ക് എത്തൊരു വേഗേതെന്ന് കേട്ടെങ്കിൽ അത് തഹജ്ജു നിസ്കാരമായിട്ട് ഇവിടെ പഠിച്ചോണുകോ. ആ ഒരു തഹജ്ജു നിസ്കാരം ചൊന്നെങ്കിൽ അത്രമാത്രം പഠിച്ചോണക്ക് ഇഷ്ടമായിട്ടിക്കട്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, നാളെ മഹ്ശറിലെത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് വിറച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കോ വല്ലാത്തൊരു ചൂടായിട്ടിക്കട് മഹ്ശറാൻ ചൊല്ലത്. ആ സമയത്തിലായിട്ടിക്കട് ഒരു അനൗൺസ് കേൾക്കണത്, അയിനല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എപ്പായിട്ടിക്കിട നൻ്റെ ഹിസാബ്, നൻ്റെ അവസ്ഥ എന്തിനായിട്ടിക്കൂ, നാ സോത്തുപോവേ വിജയിക്കുവേ നരകത്തുക സ്വർഗത്ത് കാണിട്ടിങ്ങനെ എല്ലാവരും ടെൻഷൻ നിൽക്കുമ്പോൾ ആയിട്ടിക്കിട് ഒരു അനൗൺസ് കേൾക്കിടത്. ആരായിട്ടിക്കിട് അതാ തഹജ്ജുദ് കെഞ്ചങ്ങ, ആരായിട്ടിക്കിട് തഹജ്ജു നിസ്കരിച്ച് എനിക്കെത്ത് ആൾമാറിട്ട് ഒരു അനൗൺസ് ഇങ്ങനെ കേൾക്കിട്. അപ്പായിട്ടിക്കിട് ഈ തഹജ്ജു നിസ്കരിച്ച ആൾമാരെല്ലാം വേണ്ടത് ഓഹം കലീല്. ആ ഒരു സൗഭാഗ്യം എല്ലാവരും കിട്ടില്ലാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, കുറഞ്ഞ ആൾമാർ മാത്രമായിട്ടിക്കിട് കൃത്യമായിട്ട് തഹജ്ജു നിസ്കരിച്ച് എനിക്കെത്ത ആൾമാർ. ആ ആൾമാർ ഇങ്ങനെ വിളിച്ചിട്ടാവത്തുകോ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. ഒരു ഹിസാബില്ലാണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാണ്ട് എന്തേ അതാ ഇതാ എന്തും ഇല്ല അങ്ങനെ കേൾക്കാണ്ട് എല്ലാവരും ഇങ്ങനെ ഹിസാബ് കാത്തു നിൽക്കുമ്പോഴത്തുകോ അതാ നല്ല VIP മാരെ പോലെ അതാ നല്ല റാഹത്തിൽ സ്വർഗത്ത് കൊണ്ട് ഒരു വിഭാഗം ആറിട്ട് കേട്ടെങ്കിൽ അത് കൃത്യമായിട്ട് തഹജ്ജു നിസ്കരിച്ച ആൾമാറിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാടി തന്നെ എനിക്കൊരു വിഷയമായിട്ട് കിട. തഹജ്ജുദ് ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ഒരാൾ തഹജ്ജു നിസ്കരിക്കാൻ കണ്ടെങ്കിൽ ദുനിയാവുള്ള സകല വസ്തുവും അയാൾ കിട്ടുന്നതിനേക്കാളും വലിയ ഖൈറായിട്ട് കിടന്നിട്ട് ഹബീബുൽ വറാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളെ ഒരു ശൈലിയായിട്ടിക്കിട്, ആ സ്വാലിഹീങ്ങളെ ഒരു ലക്ഷണമായിട്ടിക്കിട്, അടയാളമായിട്ടിക്കിട് അങ്ങ് കൃത്യമായിട്ട് തഹജ്ജു നിസ്കരിക്കുവാറുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ എനിക്കെത്തൊരു വിഷയമായിട്ടിക്കിട്. ഫഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ അലല്ലാഹി അസ്സ വജൽ. അതാ ഒരാൾ തഹജ്ജു നിസ്കരിക്കണെന്ന് കണ്ടെങ്കിൽ അയാൾ പഠിച്ചോണ് ഇങ്ങനെ മുട്ടാവിടുണ്ടായിട്ടിക്കിട്, പഠിച്ചോണക്ക് ചൊമ്മ അയാൾ മുട്ടാവിടുണ്ട്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ട് മാത്രമല്ല തക്ഫീറു ദുനൂബ്, അയാൾ ലൈഫിൽ വന്നെനിക്കെത്ത തപ്പുങ്ങ പഠിച്ചോണ് പുറത്തു കൊടുക്കൂ. കാണമാവിടെ തഹജ്ജു നിസ്കാരം മത്റദത്തുൽ ലിദ്ദായി അനിൽ ജസ്ദ്, നിങ്ങളുടെ ശരീരത്തിലുള്ള എനിക്കെത്ത രോഗങ്ങൾ ശിഫാ കിട്ടൂ. കാണമാവിടെ എത്ര വലിയ സീക്ക്, അത് മനസ്സിലെ സീക്കാവട്ടെ ശരീരത്തുള്ള സീക്കാവട്ടെ, തഹജ്ജു നിസ്കരിച്ചിട്ട് റബ്ബടയിൽ ആ ബേജാറ് ചൊല്ലുമ്പോൾ പഠിച്ചോണ് ഷിഫയാക്കിട. ആ തഹജ്ജു നിസ്കരിക്കുമ്പോഴത്തേക്ക് ഇഫ ഉണ്ടായിട്ട് അനിൽ ഇസ്മി, അവന്റെ തപ്പിൽ നിന്നിട്ട് ദൂരമാക്കിട എനിക്കത്തെ തടക്കിട എനിക്കത്തെ ഒന്നായിട്ടിക്കിടെ തഹജ്ജു നിസ്കാരാട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ടിക്കിടെ. ലൗല അൻ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിന് കഷ്ടാവണം ചെന്നിട്ട് മാത്രമായിട്ടിക്കിടെ തഹജ്ജു നിസ്കാരത്തെ നിർബന്ധമാക്കാത്തോണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കിടെ. മഹാനായ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, യാ അബാദർ, നിന്റെ ഖബർ വെളിച്ചമാവണ, നീ മഹ്ശറിൽ നിക്ക് വെളിച്ചം കിട്ടണ, നീ സിറാത്ത് മാൽ കടക്കുമ്പോഴത്തേക്കോ നിക്ക് നല്ല വെളിച്ചം കിട്ടണ എന്നേന് കണ്ടെങ്കിൽ
നീ തഹജ്ജുദ് നിസ്കരിണ്ടായിട്ടിക്കടെ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിന്റെ ഒട്ടിಗೆ ഹബീബുൽ വറ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠി ഇതേ വിഷയ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഒട്ടിಗೆ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹയ്യം വ മൈതം വ ഖുബൂറൻ വ മഅബൂസ നിന്റെ ഹയാത്തിലും നിന്റെ മൗത്തിലും ഖബറിലും മഹ്ശറിലും എല്ലാം നിക്ക് വെളിച്ചമായിട്ട് നിന്റെ ഒരു രക്ഷിക്കുന്ന ആളായിട്ട് റെക്കമെൻഡ് ആയിട്ട് ഈ ഒരു തഹജ്ജുദ് നിസ്കാര ബണ്ടിട്ടായിട്ട് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പ്. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരത്തെ മഹത്വം എത്രയായിട്ട് ചൊന്നു തീർക്കോ നമുക്ക് സാധ്യമല്ലാണ്ടായിട്ടിക്കടെ അത്രമാത്രം മഹത്വമുള്ള എനിക്കത്തെ ഒന്നായിട്ടിക്കടെ തഹജ്ജുദ് നിസ്കാരം ചൊല്ലി. അത് കൃത്യമായിട്ട് റമദാനിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും കൃത്യമായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. അതേപോലെ ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ സമയത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ആ സമയത്തിൽ ഒരു അടിമ അതാ ഉടമയായിട്ടുള്ള റബ്ബുടയിൽ എന്തൊക്കെ കേട്ടുണ്ടെങ്കിലും പടച്ചോണ് കൊടുക്കിടങ്ങടിക്കത്തൊരു ടൈമായിട്ടിക്കിടത് എത്രയോ വലിയ ബേജാർ, എത്രയോ വലിയ ദുഃഖ, എത്രയോ വലിയ സങ്കടം ഇന്നൊരുത്തരയിൽ ചൊല്ലതിനേക്കാളും പടച്ച റബ്ബുടയിൽ ആ സമയത്തിൽ നിങ്ങൾ ചൊന്നാണ്ട് കണ്ടെങ്കിൽ ആ റബ്ബ് ആ ബേജാറെല്ലാം തീർത്ത് തൻ്റെത് ഗ്യാരണ്ടി ആയിട്ട് ആ സമയത്ത് റബ്ബ് ചൊല്ലിങ്ങനായിട്ടിക്കടെ ഓ നൻ്റെ അടിമമാരെ നിങ്ങൾ എന്തര വേണം കേൾക്കുള്ളൂ, നിങ്ങളെ ദോഷങ്ങൾ പൊറുക്കണം, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ബേജാറ് തീർക്കണം, എല്ലാം എന്തര നിങ്ങൾ അകത്യമുണ്ട് നിങ്ങൾ ഈ സമയത്തിൽ കേൾക്കുറുണ്ടായിട്ടിക്കടെ യജമാനനായ റബ്ബ് ഞങ്ങളെ ഇൽച്ചുണ്ട്. അപ്പോൾ ആ സമയത്തിൽ ദ്വാർക്കുണായ ഗണിക്കത്തൊരു ദ്വാ ഉണ്ട്. അതൊക്കെ മുന്നല്ലോ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം ഒന്നോ ചെറിയ രൂപത്തിലൊന്ന് ചൊന്നു നോക്കുക. തഹജ്ജുദ് നിസ്കാരത്തെ ടൈമോൻ ചൊല്ലത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വറക്ക് ആയാൽ പിന്നെ എഞ്ചിട്ട് നിസ്കരിക്കണ നിസ്കാരമായിട്ടിക്കടെ തഹജ്ജുദ് നിസ്കാരം ഏകദേശം സുബൈ ബാങ്ക് കൊടുക്കോളത്തോളമായിട്ടിക്കടെ അതിലെ ടൈമോൻ ചൊല്ലു ശ്രേഷ്ഠമായ ടൈമോൻ ചൊല്ലു. ഞങ്ങൾ സാധാരണ അത്താഴത്ത് കണിക്കില്ല ജാവിടെ ലാസ്റ്റ് ടൈം ആ ടൈമായിട്ടിക്കടെ ശ്രേഷ്ഠമായ ടൈമോൻ ചൊല്ലും. അപ്പം ആ സമയത്തിൽ എഞ്ചിട്ട് ഒരു ജണ്ടറക്കാത്ത് കുറഞ്ഞതും ചൊല്ലത് ജണ്ടറക്കാത്തായിട്ടിക്കടെ ഈ ആറാം ചൊന്നെങ്കിൽ എത്ര റക്കാത്ത് വേണമെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാണ്ടായിട്ടിക്കടെ. അപ്പൊ നിയത്ത് വെക്കുണായ റൂപ ഉസല്ലി സുന്നത്ത തഹജ്ജുദ് റക്അത്തൈനി മുതവജ്ജിഹനിൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇനിയിപ്പോൾ അറബി കൊന്തില്ലാണ്ട് കണ്ടെങ്കിൽ തഹജ്ജുദുൽ സുന്നത്ത് നിസ്കാരം അല്ലാഹു ബേനായിട്ട് നാണ് നിസ്കരിക്കാൻ ചൊന്നിട്ടു നിയത്ത് വെച്ചിട്ട് കൈ കെട്ടിയാൽ പിന്നെ വജ്ജഹത്ത് ഓതിയ വജ്ജഹത്തിന് ഇപ്പോൾ ഫുള്ള് ഓതുകാവില്ലാണ്ട് കണ്ടെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ഇത്ര മാത്രം ചൊല്ലി. എന്നിട്ട് അഊദ് ഓത, ഫാത്തിഹ ഓത, ഏത് നീ ഗൊന്തുണ്ട് ആ സൂറത്ത് ഓത. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഭാര്യ നല്ലതായിട്ട് കാരണം ഏത് സൂറത്തിൻ്റെ പ്രത്യേകമായിട്ട് ചൊന്നതായിട്ട് കാണില്ല. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇത്തര സുന്നസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂൻ ആയിട്ട് ഓത. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ ഓത, അതല്ലെങ്കിൽ നിങ്ങൾ ഗൊന്തുള്ള സൂറത്ത് ഓത. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയാൽ പിന്നെ ഏത് നിങ്ങൾ ഗൊന്തുള്ള സൂറത്ത് ഓത, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓത. അങ്ങനെ എന്താക്കുക രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം. ഇങ്ങനെ സിമ്പിളായിട്ട് തഹജ്ജുദ് നിസ്കാരം ചൊല്ലത്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പടച്ചോണ്ടിൽ നല്ലോണം ദ്വാക്ക് ഇജാബത്ത്. ഇനിയിപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഇപ്പോൾ സുജൂദ് പോയ അവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കുക ദ്വാർക്ക. പക്ഷേ അറബി അല്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ദ്വാർക്കാവില്ല. അറബിയിൽ മാത്രമായിട്ട് ഇവിടെ നിസ്കാരത്തിൽ ഇപ്പോൾ സുജൂദിൽ ദ്വാർക്കിടെങ്കിൽ അറബിയിൽ മാത്രം ഞങ്ങൾ ഒന്നുമില്ല റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആ ദ്വാർക്ക. അല്ലെങ്കിൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അപ്പോൾ അറബിയിൽ നിങ്ങൾ ഏത് കൊന്തുണ്ട അല്ലാഹുമ്മ ഇഖ്ളി ഹാജതി പഠിച്ചോനെ നിന്റെ അഗത്യ നീ തീർത്തരണം. അല്ലാഹുമ്മ ഇശ്ഫി മറദി നിന്റെ രോഗം നീ ഷിഫയാക്കണം. ഇങ്ങനെ എന്താക്കുക ആ ഒരു തഹജ്ജുദിനെ ആ സുജൂദുൽ ബേനെ നമുക്ക് ഇങ്ങനെ അറബിയിൽ ദ്വാർക്കാണ്ടായിട്ടിക്കടെ. ഇനിയിപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ പിന്നെയും നമുക്ക് ദ്വാർക്കു ഏറ്റവും ശ്രേഷ്ഠമായ ഗണിക്കത്തെ റബ്ബ് ചൊമ്മ ഉത്തര തന്നെ ഗണിക്കത്തൊരു ദുആയിട്ടിക്കടെ ഈ തഹജ്ജുദിൽ പിന്നെ ഉള്ള ദുആ. അതിപ്പോൾ ഞങ്ങൾ ഗൊന്തുള്ള ഭാഷയിൽ ഞങ്ങൾ റബ്ബുടയിൽ എന്തൊക്കെ കേട്ടേണ്ട കണ്ടെങ്കിൽ റബ്ബ് തണ്ടാണ്ടായിരിക്കും. അതേ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാർന്ന് ഗണിക്കത്തൊരു ദുആ ഉണ്ട്. അന്ന് ഗൊന്തിന്നേണ്ട കണ്ടെങ്കിൽ ആ ദുആവും കൂടി ആ സമയത്തിൽ ദ്വാർക്ക. ആ ദുആ ഇങ്ങനെയായിട്ടിക്കടെ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد صلى الله عليه وسلم حق اللهم لك أسلمت
أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت. നല്ലൊരു ദുആ ആയിട്ടിക്കടി ഈ ദുആ സ്റ്റാർട്ടിങ്ങിൽ ഹംദും സ്വലാത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് ഹംദും സ്വലാത്തും ചൊന്നിട്ടു ഈ ദ്വാർക്ക ലാസ്റ്റും ഹംദും സ്വലാത്തും ചൊന്നിട്ടു എണ്ടാക്കി. ഇതിൽ അർത്ഥം ഇങ്ങനെയായിട്ടിക്കടെ നിന്റെ ലൈഫിൽ വന്നുപോയി കണിക്കത്തെ നാണ് അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ നിന്റെ ലൈഫിൽ വന്നുപോയ മിസ്റ്റേക്ക് തപ്പും കൊണ്ട് എല്ലാം നീ പൊറത്തു തരുന്നുണ്ടായിട്ടിക്കടെ. എന്നിട്ട് പടച്ചോൻ്റെ ആ ഒരു പുകഴ്ത്തൽ അവൻ്റെ മഹത്വമായിട്ടിക്കടെ ഈ ദ്വാൽ ഞങ്ങൾ ചൊല്ലത്. അപ്പം നല്ല മനസ്സറിഞ്ഞിട്ട് ഗൊന്തില്ലെങ്കിൽ ഈ ദ്വാർക്ക അതിലൊട്ടിക ഞങ്ങൾ എന്തെല്ലാം അഗത്യങ്ങളുണ്ടാ, എന്തെല്ലാം വിഷയങ്ങളുണ്ടാ, എന്തെല്ലാം ബേജാറുകളുണ്ടാ, മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെ കൈ കറക്റ്റ് പിടിച്ചിട്ട് റബ്ബുടയിൽ ആ സമയത്ത് നണ്ട് എതിർല റബ്ബുള്ള ചൊല്ലണിക്കത്തെ ആ ഒരു നല്ല ഒരു കൺസെപ്റ്റിൽ ആ ഒരു ഉറപ്പിൽ ഞങ്ങൾ ദ്വാർക്കിടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്തും വേണ്ട, എല്ലാം റബ്ബ് തണ്ടാട്ടായിട്ടിക്കടെ. ഞങ്ങൾ എല്ലാ അഗത്യവും എല്ലാ ബേജാറും പഠിച്ചോ ഞങ്ങൾക്ക് തീർത്തണ്ടായുള്ളത് യാതൊരു നിലക്കുള്ള ഡൗട്ടും വേണ്ടാട്ടായിട്ടിക്കടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കരോടത്തോളം തഹജ്ജു നിസ്കരിക്കണേ എനിക്ക് താൽമാര കൂട്ടത്തിൽ പഠിച്ചോണു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. തഹജ്ജു നിസ്കരിക്കണ ആൽമാർ ഹിസാബില്ലാണ്ട് സ്വർഗത്ത് കിടക്കട ആ വിഭാഗത്തിൽ പഠിച്ചോ ഞങ്ങളെല്ലാവരെയും സേർപാടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.